ഈ കാണുന്ന അൾട്ടോ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇത് LX മോഡലാണ്, പവർ സ്റ്റാരിങ് ഇല്ലാത്ത വേരിയൻ്റ് കേട്ടോ. അപ്പോൾ ഇത് പവർ സ്റ്റാരിങ് കയറ്റാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ സ്റ്റാരിങ് വരുന്നത്, സ്റ്റാരിങ് കോളും കാര്യങ്ങളും അതാണ്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ അയച്ചു വെച്ചിട്ടുള്ള കേട്ടോ, വെയിറ്റ് ഭാഗം. അതുപോലെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഇത്രയും ഭാഗം നമ്മൾ അയച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ കണ്ട ക്യാബിൻ അയച്ച ആ ഒരു പൊസിഷൻ, ഇത്രയും ഭാഗങ്ങൾ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ പീസ് എല്ലാം. അപ്പോൾ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത ടൈമിൽ നിങ്ങൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള പവർ സ്റ്റാരിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഐറ്റം കേട്ടോ, സെക്കൻഡ് പീസാണ്. അപ്പോൾ ഒത്തായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മോഡുകളും കാര്യങ്ങളും വരുന്നത്. ഇത് മോട്ടർ, ഇത് ലിങ്ക്. അപ്പോൾ പവർ സ്റ്റാരിങ് എടുക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് എടുക്കുക. പിന്നെ കാര്യം വിട്ടുപോയി, ഇത് നമ്മൾ അതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇത് ഈ ഒരു വണ്ടിയുടെ കീ തന്നെയാണ്. അപ്പോൾ ഇമ്മോബിലൈസറും കാര്യങ്ങളും ഇല്ലാത്ത ഈ ഒരു സെറ്റിൻ്റെ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു ഭാഗം ഇല്ലാതെ ഈ ഒരു ഭാഗം മൊത്തം എടുക്കണമെന്നുള്ളത്. ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ പവർ സ്റ്റോക്കിൻ്റെ മെക്കാനിക്കൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ കോളും പുതിയ കോളും തമ്മിലുള്ള മാറ്റം, അതായത് മോട്ടർ അതുപോലെ മോഡുകൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇതിലുണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ലിങ്കിലും വളരെ മാറ്റമുണ്ട് ലിങ്കിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് അയക്കാൻ കഴിയും. ഈ ഒരു പീസ് വരുമ്പോൾ ഇതുണ്ടോ ഇങ്ങനെയാണ് കണക്ഷൻ വരിക. അപ്പോൾ ഈ ലിങ്ക് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇതിൽ എടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ ചാവിക്കറ്റ് അയക്കണത് ഞാൻ ഇത് ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു പീസ് ഉണ്ടോ, ഇതിൻ്റെ ക്ലാമ്പ് രണ്ടും സെയിം ആണെന്ന് നമ്മൾ ഇങ്ങെടുക്കുന്ന ടൈമിൽ ചെക്ക് ചെയ്യുക. ഇനി ഏത് വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് ചില ചേഞ്ച് വരും. അപ്പോൾ അത് ചേഞ്ച് ഇപ്പോൾ വാഗനറിൻ്റെ ടൈപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് വെൽഡിങ് കാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും ഏകദേശം അൾട്ടോനെ എടുത്താൽ ബെറ്റർ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെച്ച് നോക്കുക ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് കറക്റ്റ് ഇല്ലാത്തത് എന്നുള്ളത് നോക്കിയാണ്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ തട്ടിയെടുത്ത് കണ്ടത് അയച്ചെടുക്കട്ടെ. ഈ കീ അതായത് ഒരു പൊസിഷനക്ക് തട്ടിയിട്ടുണ്ടെന്നുണ്ട് അയച്ചെടുക്കുക. പിന്നെ ഇത് ടൈറ്റ് ചെയ്യുന്ന കേസും അങ്ങനെ തന്നെയാണ്. ടൈറ്റ് ചെയ്യാനും സുഖമാണ്. ഈ ഒരു ഭാഗത്തേക്ക് തട്ടിയിരുന്ന ടൈറ്റ് ആവും. അതല്ല ഇത് ഈ ഒരു പൊസിഷൻ നമുക്ക് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ബോൾട്ട് ഇട്ട് കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇത് കമ്പനി നമുക്ക് പെട്ടെന്ന് അയച്ചെടുക്കേണ്ടത് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഇവിടെ വരുന്ന വയറിംഗ് കിറ്റ് ഇതുണ്ടോ, അത് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. ഇതുണ്ടോ ഈ ഒരു ഭാഗം അതും ഇതിൻ്റെ കൂടെ എടുക്കണം. എന്നാലേ നമുക്കിവിടെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇതട്ടോ ചാവിൻ്റെ ഇത് ജസ്റ്റ് നമ്മൾ തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഊരെടുക്കാം കേട്ടോ. ഞാൻ ഫ്രീ ആക്കി വെച്ച് ലാസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുള്ളൂ കേട്ടോ. കേട്ടോ എത്തിയിട്ട് അപ്പോൾ ഇത് ലൂസാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ലൂസ് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇവിടെ ഈ അടിച്ചിൽ കറക്റ്റായിട്ട് അടിച്ചാൽ മതി. പക്ഷേ ടൈറ്റ് ആക്കുന്ന ടൈമിൽ നമുക്ക് പ്രോപ്പറായിട്ട് ടൈറ്റ് ആക്കുകയും ചെയ്യാം. കാരണം നല്ല കട്ടിങ് കാര്യങ്ങളും അങ്ങനെ ഉണ്ട് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇത് പക്കായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ വെച്ചാൽ ഇത് ഷേക്ക് ആക്കിയിട്ട് ഈ ലോക്ക് പൊസിഷൻ കറക്റ്റായിട്ടാണ് ഇതിനകത്ത് കറക്കുന്നത് നോക്കണം. കാരണം ഈ വേണ്ട ഈ കൈയിട്ട് ഈ ഭാഗം ഈ ഒരു ഭാഗത്ത് ചെന്നിട്ട് ലോക്ക് കറക്റ്റ് പൊസിഷനിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളത് അത് ടൈറ്റ് ആക്കുമ്പോൾ. അപ്പോൾ ഒരു ഭാഗം ടൈറ്റ് ആക്കി രണ്ട് ഭാഗം ടൈറ്റ് ആക്കി പക്കാക്കി എടുക്കുക. അപ്പോൾ കേട്ടോ സ്റ്റാരിങ്ങൾ ജസ്റ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഞെട്ടൊക്കെ കിട്ടുള്ളൂ. പിന്നെ 4 ഞെട്ടുണ്ട് വരുന്നത്. ഒന്ന് ഈ കാണുന്നത്, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നുണ്ട്, പിന്നെ ഇതുണ്ടോ ഇതൊന്ന്, പിന്നെ ഓപ്പോസിറ്റ് ഒന്ന്, പിന്നെ ഇതിൻ്റെ അടിയത്തെ കർശനം ഫസ്റ്റ് ടൈം ഇടാവും ബെറ്റർ കേട്ടോ. ഇട്ടതിന് ശേഷം നേരത്തെ ഞാൻ കയറ്റി വെച്ചിട്ട് ആ 4 ബോൾട്ട് ഞെട്ട് ഇട്ടാൽ മതി. പിന്നെന്ന് പറഞ്ഞാൽ ഈ കപ്ലർ കേട്ടോ, ഇതാണ് നമ്മൾ വയറിംഗ് കിറ്റിൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈ കാണുന്ന ഈ റെഡും ബ്ലാക്കും നേരെ ഡയറക്റ്റ് പോസിറ്റീവ് ഇതുണ്ടോ, ഈ വൈറ്റും ഗ്രീനും വരുന്നേക്ക് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ബ്ലാക്കും അതുപോലെ വൈറ്റും ഈ കണക്ഷൻ, അതായത് ചാവി ഓണായാൽ നമ്മൾ കറണ്ട് കിട്ടുന്ന ഈ ഒരു കണക്ഷൻ കേട്ടോ. ഇത് 2 ഉണ്ട് സെയിം ആയിട്ട്. അതിലേതാ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇതുണ്ട് അതുപോലെ ഇതുണ്ട് സെയിം വയറ് വരുന്നത്. അപ്പോൾ ഏകദേശം സെയിം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏതാണെന്നുള്ളത്. അതിപ്പോൾ മറ്റേ വന്നാലും കുഴപ്പമൊന്നുമില്ല, ചാവി ഓണാക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്താൽ മതി. അതുപോലെ ഇത് എർത്ത് കേട്ടോ. അപ്പോൾ ഈ വണ്ണുള്ളത്തെ ഒന്ന് എർത്തും ഒന്ന് പോസിറ്റീവ് ഡയറക്റ്റും. പിന്നെന്ന് പറഞ്ഞത് ഇത് ഇഗ്നിഷൻ ഇതുണ്ടോ, ഇത് മീറ്ററിൻ്റെ കണക്ഷൻ, അത് സ്പീഡ് അറിയാൻ വേണ്ടിയിട്ട് ഇത്. പിന്നെ ഇത് ഡൈനാമിക്, ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ. സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആവശ്യമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. അതുപോലെ ഈ സിമ്മുകളാണത്. അതുപോലെ ഈ കണക്ഷൻ ഇത് ഇഗ്നിഷൻ കോയിൽ കൊടുത്താൽ മതി, RPMൻ്റെ ഇത് ഈ കളർ. അപ്പോൾ ഇത് ഞാൻ ബാക്ക് ജസ്റ്റ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ. ഇങ്ങനെ പകരമുണ്ട് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് മീറ്ററിൻ്റെ ഞാൻ ജസ്റ്റ് ഫിറ്റ് ചെയ്ത ടൈമിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ടോ കണക്ഷനും കാര്യങ്ങളും പക്കാക്കി കൊടുത്തിട്ടോ. പിന്നെ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന ടൈമിൽ ആ ഭാഗങ്ങളെല്ലാം ടാപ്പ് അടിക്കാൻ മറക്കാതിരിക്കുക. പിന്നെ ഇതാണ് കേട്ടോ ഈ ഒരു പീസ് ഉണ്ടോ, ഈ ഒരു കപ്ലർ നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ആ മൊഡ്യൂളിൽ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക ഉണ്ടോ, ഈ ഒരു പൊസിഷനിൽ കണക്ട് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ മീറ്ററുകളുടെ കണക്ഷൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഈ വയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന എടപ്പത് ഇതാ ഈ കളർ വയറുണ്ടല്ലോ, ഈ വയർ നേരെ മീറ്ററുമ്പോൾ തന്നെ ഏകദേശം സെയിം കളറിൽ വരിക. പല വണ്ടികൾക്കും പല കളറിലായിട്ട് വരിക, പല മാറ്റങ്ങളുണ്ടാകും പൊസിഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മൂന്നാമത്തെ പീസ് കേട്ടോ, ഇത്ര ക്ലിയർ ഉണ്ടാവില്ല, അതോ ഈ മൂന്നാമത്തെ പീസ് ഞാൻ അങ്ങനെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിൽ സ്പിൻ എടുത്തിട്ടുണ്ടാവും കണ്ടോ. ഈ കണക്ഷൻ്റെ ഈ ലൈൻ ഉണ്ടോ, ഈ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഇവിടെ ഈ മൂന്നാമത്തേൽ വെയിലാണ് ഇത് കണ്ടോ ഈ സ്പിന്നെന്നുള്ള. ഇനി അതല്ല ഈ സ്ക്രൂവിൽ ഈ സ്ക്രൂ ലൂസാക്കിയിട്ട് ഇതിൽ കണക്ഷൻ കൊടുത്താലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുക്കൽ ബുദ്ധിമുട്ടാക്കാരം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വയറിന് ഏറ്റവും ബെറ്റർ പറഞ്ഞാൽ ഈ വയറിന് കൊടുക്കണം, കാരണം നമുക്ക് കണക്ഷൻ കറക്റ്റ് പ്രോപ്പറായി കൊണ്ടുപോകാനൊക്കെ അതാവും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ എർത്ത് കൊടുത്തിട്ടുള്ള പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന 6 ബോൾട്ടിലാട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു ബോൾട്ട് പറയുമ്പോൾ നമുക്ക് ചിലപ്പം സ്റ്റാരിങ്ങിൽ അടിയോ കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് ലൂസാക്കുന്ന ടൈമിൽ അത് ലൂസ് കണക്ഷനോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡിലേയും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് 4 ബോൾട്ടിൽ കൊടുക്കണമെങ്കിൽ ബെറ്റർ ഇതുപോലുള്ള അടിയിലാണ് ഈ ബോൾട്ടിൽ കൊടുക്കുക നല്ലത്. അതാകുമ്പോൾ സ്റ്റാരിങ് കോളം മൊത്തമായിട്ട് വയ്ക്കുമ്പോഴാണ് ആ ഒരു ഭാഗം നമ്മൾ ലൂസാക്കേണ്ട ആവശ്യം വരുള്ളൂ. പിന്നെ നമുക്ക് മോട്ടർ അയക്കുന്ന ടൈമിൽ മോട്ടർ അയക്കാൻ ഇതും സുഖമാണ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി സെറ്റ് ചെയ്യണ ബെറ്ററാവും. പിന്നെ അത്ര പറയുള്ളൂ. പിന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഇഗ്നീഷൻ കോയിലേക്ക് കൊടുക്കേണ്ട കണക്ഷൻ എന്ന് പറഞ്ഞത് ഇതുണ്ടോ ഈ ഒരു കളറ് ഈ ഒരു കളറിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഗ്നീഷൻ കോയിലിൽ മൈനസ് വരുന്ന ഭാഗത്ത് കേട്ടോ, ഇതുണ്ടോ ഈ ഒരു ഭാഗത്ത് അടിയിൽ വരുന്ന ഭാഗത്തേക്ക്, ഇത് മുകളിൽ വരുന്ന പ്ലസ് അല്ല മൈനസിലേക്ക് അതിൽ കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഈ ഒരു കട്ടിയിലുള്ള പൗമ എത്രയാണോ കട്ടി വരുന്നത് ഏകദേശം ആ ഒരു കട്ടിയിലുള്ള വയർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ബാക്കി ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഈ ഫിറ്റിംഗ് ഒക്കെ ഒരുവിധ ആൾക്കാർക്ക് മെക്കാനിക്കായ ആൾക്കാർക്ക് ഈ ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്കായി അറിയാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അറിയാത്തതിലും ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഞാൻ ഏകദേശം ജസ്റ്റ് പറഞ്ഞു പോവുകയും ചെയ്യാം ഈ ഒരു ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ മീറ്റർ ഇവിടെ സെറ്റ് ചെയ്യാം. ഈ ഒരു മീറ്റർ കണ്ടോ വേറെ സംഭവം കേട്ടോ. ഈ ഒരു ഹോള് കണ്ടോ, ഇതൊക്കെ ബൾബ് വരുന്ന പൊസിഷനാണ്. ഇത് അതുപോലെ ഈ പൊസിഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇഷ്ടത്തോളം കാണാൻ കഴിയുന്നില്ല. ചെക്ക് ലൈറ്റ് ഉണ്ടോ, ചെക്ക് ലൈറ്റിൻ്റെ പൊസിഷൻ കണ്ടോ. അപ്പോൾ ആ ലൈറ്റ് ഇതിനകത്ത് നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ളത് മനസ്സിലാവില്ല. അത് കച്ചവടത്തിൽപ്പെടുത്ത് വണ്ടി എടുത്താണ് അവർ. അപ്പോൾ അതിന് അവർ ചെയ്തൊരു ഇതാണ്. പക്ഷേ അതിനകത്ത് ചെക്ക് ലൈറ്റ് ഇനി കാണിക്കില്ല. അപ്പോൾ ആ ഒരു പൊസിഷൻ എടുത്ത് ഒഴിവാക്കുന്നത്. അതായത് ഇതൊക്കെ ആ ലൈറ്റിൻ്റെ പൊസിഷൻ വരുന്നതാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ ഈ ഒരു പമ്പോ ഇപ്പോൾ ഈ കസ്റ്റമർ അറിയില്ല അത് ചെക്ക് ലൈറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഉള്ളത് ഈ പീസ് കേട്ടോ. ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്യാത്ത പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കപ്ലർ പൊട്ടി അലമ്പായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഡയറക്റ്റ് ഇത് ഫുള്ള് പീസാക്കിയിട്ട് ഇതിനകത്ത് നിന്ന് കണക്ഷൻ എടുത്തിട്ട് ആ ഒരു വയറിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിനകത്ത് കത്തീറിലാണ്. അപ്പോൾ അത് സെറ്റായി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യുക. ഇത് ഫിറ്റ് ചെയ്യുന്നത് പല രീതിയിൽ ഫിറ്റ് ചെയ്യട്ടോ. ഞാൻ കപ്ലർ ഊരിയാണ്ട് പിന്നെ വേണമെങ്കിൽ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഭാഗം ഇങ്ങനെ കണക്ഷൻ കൊടുത്തുകൊണ്ട് ഒരു വലിഞ്ഞിക്കണ്ടെന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മൾ ഐഡിയൊക്കെ ചെയ്യുക അതൊക്കെ. അപ്പോൾ സംഭവം സെറ്റ് ചെയ്തിട്ടോ. പിന്നെ എനിക്ക് വേറെ സംഭവങ്ങൾ വെച്ച് തരാം. ഇത് ഇൻഡിക്കേറ്റർ ഉണ്ടോ, ഈ ഒരു പൊസിഷനിൽ കിട്ടുന്ന ടൈമിൽ ഈ ലൈറ്റ് സ്ലോവിൽ ഇങ്ങനെ പതുക്കെ വരയ്ക്കുന്നുണ്ടല്ലോ, അത് ഓപ്പോസിറ്റ് ആണ് കേട്ടോ, ഫാസ്റ്റ് കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ എന്താ വെച്ചാൽ ഇതിൽ ബൾബ് പോയിട്ടുണ്ടോ. അപ്പോൾ 3 ബൾബാണ് വരുന്നത്. ആ സൈഡിൽ ഫ്രണ്ടിൽ 2 ബാക്കിലൊന്ന്, അതുപോലെ തന്നെ ഈ സൈഡിലാവുമ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ എന്താ വെച്ചാൽ ആ ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡത്തെ ഫ്രണ്ടിലത്തെ ബൾബ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ബൾബ് പോയിക്കണമെന്നുള്ളത് നമുക്ക് ഇങ്ങനെ കൺഫേം ചെയ്യാനല്ല കേട്ടോ. ജസ്റ്റ് ഇതിനകത്തോട്ട് പറഞ്ഞു എന്നുള്ളത് സംഭവം കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ വർക്കിങ് കാര്യങ്ങളും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. ഫിറ്റ് സിമ്പിൾ കേട്ടോ. ഈ പീസ് ഇതിൻ്റെ മുഖത്തേക്ക് കയറ്റിക്കുക. ജസ്റ്റ് വേറൊന്ന് പറഞ്ഞു വിട്ടുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടോ സ്റ്റാർട്ട് ചെയ്യാതെ ഉള്ള ടൈറ്റ് കേട്ടോ. 2 കൈയായിട്ട് തിരിക്കണം, ഒറ്റ കൈറ്റ് കിട്ടില്ല. ഒറ്റ കൈറ്റ് പെരും ടൈറ്റാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് കേട്ടോ ഫസ്റ്റ് ടൈമല്ല ഒന്നുകൂടി ഫ്രീ ആവട്ടോ കേട്ടോ. കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രീ ആവുള്ളൂ. അത് ഈ ഒരു കാറ്റഗറി വണ്ടിയിൽ പെട്ടാ കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ഫ്രീ, പക്ക ഫ്രീ ആയി അതാ. പിന്നെ ഓഫാക്കിയിട്ട് കണ്ടോ ടൈറ്റ് അങ്ങനെ പിടിച്ച് വലിക്കണം. അപ്പോൾ ഓക്കെ, ഈ കാണുന്ന ഭാഗങ്ങളിൽ നിന്ന് ട്രെയിൽ നോക്കിയതിന് ശേഷം ബാക്കി ഫിറ്റ് ചെയ്യട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കി സെറ്റ് ചെയ്യുന്നുള്ളൂ.
ട്രെയിലൊക്കെ ഓടിച്ച് വന്നിട്ടോ. വണ്ടർ സ്റ്റയറിങ്ങിൻ്റെ കാര്യമൊക്കെ പക്കയാണ്. ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാമെന്നുള്ള കേട്ടോ. അപ്പോൾ പവർ സ്റ്റോക്ക് ഒഫീഷ്യൽ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.